രാഹുലേട്ടനെ മിസ് ചെയ്യുന്നു. രാഹുലേട്ടന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പൊ അല്ലേ. പന്തീരങ്കാവ് കേസിലെ യുവതിയുടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ കേരളത്തെ പിടിച്ച് കുലുക്കിയ ഒരു കേസായിരുന്നു പന്തീരങ്കാവ് പീഡന കേസ്. ഒരു പെൺകുട്ടി പെട്ടെന്ന് വന്നിട്ട് പറയാണ് കല്യാണം കഴിച്ച് പിറ്റേ ദിവസം ഭർത്താവ് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കേസാവും. നമ്മുടെ കേരളത്തിലെ മീഡിയ, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ, നമ്മുടെ നാട്ടിലെ സർക്കാർ എല്ലാവരും ഒരുപോലെ പെൺകുട്ടിയുടെ ഒപ്പം നിന്നായിരുന്നു. അതിനുശേഷം പവനായി ശവമായി എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ ഓരോരുത്തരെയും ഒന്നാക്കുന്ന രീതിയിൽ പെൺകുട്ടി വീണ്ടും ഒരു വീഡിയോ ഇട്ടു. എന്നെ ഭർത്താവൊന്നും അല്ല മർദ്ദിച്ചത്. പിന്നെ അങ്ങനെ കുറെ ഡയലോഗൊക്കെ അടിച്ചു. വീട്ടുകാർ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഏട്ടായി പാവമാണെന്നൊക്കെ പറഞ്ഞു. അവസാനം നമ്മൾ ഈ പെൺകുട്ടിക്ക് വേണ്ടിയൊക്കെ സംസാരിച്ച് നമ്മൾ ആരായി ഒരു കഴുതകളാവുന്ന ഒരു അവസ്ഥ വന്നായിരുന്നു. അന്നേ നമ്മൾ ശ്രദ്ധിച്ചാണ് അനാവശ്യമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇടപെടാൻ പോയിരിക്കുന്നത് നല്ലത്. ഇന്ന് ഞാൻ വേറൊരു വാർത്ത ഉണ്ട്. ഞാൻ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ ബന്ധപ്പെട്ട് പുതിയൊരു ഡെവലപ്മെന്റ് വന്നിരിക്കുന്നത് പന്തീരങ്കാവ് കേസ് മർദ്ദിച്ചത് മീൻകറി പുളിയില്ലെന്ന് പറഞ്ഞ് രാഹുൽ പിടിയിലെന്നുള്ള രീതിയിൽ ഇന്ന് നവംബർ 26, 2024 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് വീണ്ടും മർദ്ദനം കിട്ടി ഭർത്താവിൽ നിന്ന്. അന്ന് മർദ്ദനമൊക്കെ ഉണ്ടായിട്ട് രാത്രി പുള്ളിക്കാരൻ ജർമ്മനിക്ക് വരെ എത്തിയാണ് രാഹുൽ. അങ്ങനെ വലിയ വാർത്തയാണ്. സോഷ്യൽ മീഡിയയൊക്കെ ഏറ്റെടുത്ത് വലിയ പ്രതിഷേധം നമ്മുടെ നാട്ടിൽ നടന്നതാണ്. അതിനുശേഷമാണ് ഇവർ വീണ്ടും ഒന്നിക്കുന്നു, ഹൈക്കോടതി കേസ് റദ്ദാക്കുന്നു. ഇതാ ഇപ്പം വന്നിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്. കോഴിക്കോടാണ് സംഭവം. ഹൈക്കോടതി റദ്ദാക്കിയ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടിക്ക് വീണ്ടും മർദ്ദനമേറ്റതായി പരാതി. ആയിക്കോട്ടെ, നമുക്ക് എന്ത് വേണം, നിങ്ങളായി നിങ്ങളുടെ പാടായി. മീൻകറിക്ക് പുളിയില്ലെന്ന് പറഞ്ഞ് ഭർത്താവ് രാഹുൽ മർദ്ദിച്ചതായാണ് പരാതി. ഞായറാഴ്ചയാണ് ആദ്യം മർദ്ദിച്ചതെന്ന്, തിങ്കളാഴ്ച വീണ്ടും മർദ്ദിച്ചെന്നുമാണ് പെൺകുട്ടിയുടെ ആരോപണം. ഇതിനു മുമ്പ് പെൺകുട്ടിയുടെ അമ്മ വിളിച്ചതിന്റെ പേരിലും മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. ഇവിടെ ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണല്ലേ, വീണ്ടും നിങ്ങൾ ചൂടുവെള്ളത്തിൽ വീണ് ഇടികൊണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളെ മർദ്ദിച്ചു, ഭർത്താവ് മർദ്ദിച്ചു എന്നൊക്കെ പറയും. ഇതിനാ സത്യമാണെന്ന് ആർക്കറിയാം? നാളെ നിങ്ങൾ വന്നിട്ട് വീണ്ടും ഒരു ലൈവ് ഇടില്ലെന്ന് ആര് കണ്ടു? 1 മാസം മുമ്പാണ് ആദ്യ കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് ഇരുവരും കോഴിക്കോട് പന്തീരങ്കാവിലെ രാഹുലിന്റെ വീട്ടിൽ താമസം തുടങ്ങിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്ന യുവതി രക്ഷകർത്താക്കൾക്കൊപ്പം പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ഈ രക്ഷകർത്താക്കളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം, അതൊരു വലിയ കോമഡിയാണ്. ഇന്നലെ പരാതി ഇല്ലെന്ന് എഴുതി നൽകി, എങ്കിലും ഇന്ന് പരാതി നൽകുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം സർട്ടിഫിക്കറ്റുകൾ രാഹുലിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുക്കാനായി പോലീസ് വീട്ടിൽ പരിശോധന നടത്തുകയാണ്. ഇതിനിടെ പെൺകുട്ടിയുടെ ഭർത്താവ് രാഹുൽ പി ഗോപാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചു പൊതു സ്ഥലത്ത് ബഹളം വെച്ചതിനാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതായത് ഇന്നലെ മീൻകറിക്ക് ഉപ്പില്ലെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയെ പിടിച്ച് പുള്ളിക്കാരൻ ഇടിച്ചു എന്ന് പെൺകുട്ടി പറയുന്നു. നമുക്കറിയത്തില്ല. ഇനി ഈ പെൺകുട്ടിക്കൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈവൊക്കെ വന്നിട്ട് നമ്മൾ ചുമ്മാ പറഞ്ഞാണേ എന്ന് പറഞ്ഞാൽ തീരുന്ന കേസാണ്. നമ്മൾ ഇതുപോലുള്ള കേസൊക്കെ എടുക്കുന്ന വിട്ടിട്ടുണ്ട്. പിന്നെ ഈ പന്തീരങ്കാവ് കേസിൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ പറഞ്ഞില്ലേ, ഈ പെൺകുട്ടി തന്നെ വന്നിട്ട് പറഞ്ഞായിരുന്നു എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2024 ജൂൺ 10 ഈ വർഷത്തെ കേസാണ് കേട്ടോ. ജൂൺ 10 ഒരു ഡെവലപ്മെന്റ് ഇങ്ങനെയാണ്. അന്നിങ്ങനെയാണ് പറഞ്ഞത്. കുറെ നുണകൾ പറഞ്ഞു. രാഹുലേട്ടനെ മിസ് ചെയ്യുന്നു. രാഹുലേട്ടന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പൊ അല്ലേ. പന്തീരങ്കാവ് കേസിലെ യുവതിയുടെ വെളിപ്പെടുത്തലിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ചു തരാം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി പരാതിക്കാരിയായ യുവതി. സമൂഹ മാധ്യമത്തിലാണ് യുവതി ഭർത്താവ് രാഹുൽ ഗോപാലിനെ പിന്തുണച്ച് വീഡിയോയുമായി രംഗത്തെത്തിയത്. രാഹുൽ നിരപരാധിയാണെന്നും താൻ മുൻപ് പറഞ്ഞ കളവാണെന്നുമാണ് പരാതിക്കാരി പറയുന്നത്. ഏറെ വിവാദമുണ്ടാക്കിയ കേസ് ഇതോടെ പുതിയ വഴിത്തിരിവിലേക്ക് എത്തി. കുറ്റബോധമുണ്ടെന്നും പറഞ്ഞ് യുവതി സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചിരുന്നു. നമ്മൾ അന്ന് കണ്ടായിരുന്നു ആ വീഡിയോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ വീഡിയോ. മനസ്സിൽ കുറ്റബോധമുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിലും പോലീസിന് മുന്നിലും കുറേയധികം നുണകൾ പറഞ്ഞിട്ടുണ്ട്. എന്നെ അത്രയേറെ സ്നേഹിച്ച ഭർത്താവ് രാഹുലിനെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞതിൽ വിഷമമുണ്ട്. ആ സ്നേഹം ഇപ്പോഴും ഇടികിട്ടി ഇരിക്കുന്ന ടീമാണ്. അന്ന് പറഞ്ഞത് ഭയങ്കര സ്നേഹം. അന്ന് സത്യം പറഞ്ഞ രക്ഷപ്പെടാനുള്ള അവസരവും അത് മുതലാക്കാതെ ട്രൂ ലവും കലിപ്പന്റെ കാന്താരിയാവാൻ നിന്നതിന്റെ ഫലമാണ് ഇന്ന് ചേച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടുകാർ മാന്യമായിട്ട് പറഞ്ഞതാണ് വാ മോളെ വീട്ടിൽ പോവാന്ന്. അന്ന് വീട്ടുകാരെ തള്ളി പറയുകയാണ് ചെയ്ത്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചു വരാം. ബെൽറ്റ് വെച്ച് അടിച്ചു, ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്തിൽ മുറുക്കി എന്ന് പറഞ്ഞതും തെറ്റായ ആരോപണമാണ്. ആരുടെ കൂടെ നിൽക്കണമെന്ന് അറിയില്ലായിരുന്നു. മാതാപിതാക്കളുടെ കൂടെ നിൽക്കണമെന്ന് ആ സമയത്ത് തോന്നിയത്. ഇതെല്ലാം കേട്ട് ഒരുപാട് പേടിച്ചു. മനസ്സോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് രാഹുലിനെ കുറിച്ച് കുറെ അധികം നുണകൾ പറയേണ്ടി വന്നു. രാഹുൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് യുവതി പറഞ്ഞു. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ മറ്റൊരു വിവാഹം രജിസ്റ്റർ ചെയ്ത കാര്യം രാഹുൽ പറഞ്ഞിരുന്നു. ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് അത് മുടങ്ങിയിരുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുകയാണെന്നും ഉടൻ
വിവാഹമോചനം ലഭിക്കുമെന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ വിവാഹത്തിന് മുൻപ് വിവാഹമോചനം ലഭിച്ചില്ല, അതിനാൽ ഈ വിവാഹവുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് രാഹുൽ വ്യക്തമാക്കി. എന്നാൽ ഞാനാണ് രാഹുലിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചത്. ആദ്യം വിവാഹത്തെക്കുറിച്ച് എൻ്റെ അച്ഛനോടും അമ്മയോടും പറയണമെന്ന് രാഹുൽ പറഞ്ഞു. എന്നാൽ രാഹുലുമായുള്ള വിവാഹം മുടങ്ങുമോ എന്ന് പേടിച്ച് ഇക്കാര്യം വീട്ടുകാരോട് പറഞ്ഞില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. മെയ് 5-നായിരുന്നു വിവാഹം. കല്യാണത്തിന്റെ ഒരു ഘട്ടത്തിലും സ്ത്രീധനം ചോദിച്ചില്ല. വക്കീൽ പറഞ്ഞിട്ടാണ് 150 പവൻ സ്വർണത്തിന്റെയും കാറിന്റെയും കാര്യം പറഞ്ഞത്. കല്യാണത്തിന്റെ ചെലവ് മിക്കതും രാഹുലാണ് നടത്തത്. എന്റെ എല്ലാ വസ്ത്രങ്ങളും രാഹുലാണ് വാങ്ങിയത്. രാഹുൽ എന്നെ തല്ലിയത് ശരിയാണ്. അപ്പൊ തല്ല് കിട്ടിയായിരുന്നു. ആണ് തല്ലിയത്. 2 തവണ തല്ലി. അന്ന് ഞാൻ ബാത്റൂമിൽ പോയി കരഞ്ഞു. അവിടെ വെച്ച് വീണു. തലയിടിച്ചു വീണാണ് മുഴ വന്നത്. അന്ന് തന്നെ ആശുപത്രിയിൽ പോയി കാര്യങ്ങളെല്ലാം ഡോക്ടറോട് സംസാരിച്ചു. മാട്രിമോണി സൈറ്റിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതുവഴി പരിചയപ്പെട്ട ഒരാളുമായി സംസാരിച്ചതാണ് തർക്കത്തിന് കാരണം. തെറ്റെന്റെ ഭാഗത്ത് തന്നെയാണ് യുവതി വിശദീകരിച്ചത്. അടി നടന്നതിന്റെ അടുത്ത ദിവസം അടുക്കള കാണാൻ ചടങ്ങ് എന്റെ വീട്ടിൽ നിന്നും 26 പേർ വന്നത്. അപ്പോഴേക്കും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തിരുന്നു. മുഖത്തടിയേറ്റ പാട് കണ്ട് വീട്ടുകാർ സംശയം തോന്നി. വീട്ടുകാർ തുടരെ ചോദിച്ചപ്പോൾ അടിച്ചെന്ന് പറഞ്ഞു. അന്ന് തന്നെ വീട്ടുകാർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ബലവും പ്രയോഗിച്ചാണ് കൂട്ടിക്കൊണ്ടുപോയത്. പോലീസ് സ്റ്റേഷനിൽ പോയി വീട്ടുകാർ പരാതി നൽകി. പോലീസുകാരോടും രാഹുലിന്റെ കൂടെ തിരികെ പോകണം എന്നാണ് പറഞ്ഞത്. അന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, കേസില്ലെന്ന് പറഞ്ഞു പോലീസുകാർ വിട്ടു. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ സ്വന്തം വീട്ടുകാരെ തള്ളിപ്പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞിട്ടാണ് ഇതുപോലെ ചെയ്തതെന്ന് പറഞ്ഞു. രാഹുലിന്റെ ട്രൂ ലവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോ മീൻകറിക്ക് പുളിയില്ലെന്നും പറഞ്ഞ് അടി മേടിച്ച് വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കാര്യം. നമ്മൾ എന്തിനാണ് ഇപ്പൊ ഇതുപോലെ കുറെ ടീമൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ പിന്തുണയ്ക്കാനും ഇതിനുവേണ്ടി സംസാരിക്കാനും പോയി കഴിഞ്ഞാൽ നമ്മൾ അവസാനം കഴുത ആകുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് ഈ മാതിരി പരിപാടിയൊന്നും മലയാളികൾ ഏറ്റെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സ്വന്തം ആ വീട്ടുകാരെ വളരെ തള്ളി പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടുകാരെ ഉള്ളൂ ആർക്ക്, ചേച്ചിക്ക്. അപ്പോൾ അടി കൊണ്ട് വീട്ടിൽ ഇരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. ഈ വാർത്തയുടെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ മലയാളികളുടെ ദേഷ്യം നമുക്ക് മനസ്സിലാവും. ഏട്ടന്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ഇടുന്നു. എനിക്ക് ഇത് തന്നെ വേണമെന്ന് ആൾക്കാർ കമന്റ് ഇടുന്നു. അങ്ങനെ പല തരത്തിലുള്ള കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: 2 പേരെയും നാട് കടത്താൻ കേരള ഗവൺമെന്റ് നടപടി സ്വീകരിക്കുക. ഇവർ 2 പേരെയും തമിഴ്നാട്ടിൽ കൈമാറി അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരിക. ഇതിലും ഭേദം അതാണ് എന്നുള്ള രീതിയിലൊക്കെ കമന്റ് വരുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് നമുക്കും പറയുന്നത്. ചേട്ടന്റെ ട്രൂ ലവ് ആയിരുന്നല്ലോ, മീൻ കറി നന്നായിട്ട് പുളിയിട്ട് ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചിക്ക് സുഖമായിട്ട് ഇനിയും തിരിച്ചു പോകാം. നമ്മൾ ഒരിക്കലും ഒരു ആക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല. പക്ഷെ ചൂടുവെള്ളത്തിൽ വീണിട്ടും വീണ്ടും ചൂടുവെള്ളത്തിൽ ചാടാൻ പോകണമെന്നെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ ബോധമില്ലായ്മയാണ്. ആദ്യമായിട്ട് പേജ് കാണുന്നവർ കമന്റ് ചെയ്യുക, മറ്റൊന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.